ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ് പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. കോൺഗ്രസിന് തിരിച്ചടി. വി.എം. വിനുവിന് സ്ഥാനാർത്ഥിയാകുവാൻ കഴിയില്ല, ഹർജി തള്ളി ഹൈക്കോടതി. കോൺഗ്രസിന് തിരിച്ചടി. കോഴിക്കോട് കോർപ്പറേഷനിൽ യു.ഡി.എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുവാൻ വി.എം. വിനുവിന് കഴിയില്ല. വോട്ടർ പട്ടികയിൽ പേരില്ലാത്തതിനെതിരെ വി.എം. വിനു നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. സെലിബ്രിറ്റി ആയതുകൊണ്ട് വിനുവിന് പ്രത്യേകതയില്ലെന്ന് കോടതി. രാഷ്ട്രീയക്കാരും സാധാരണക്കാരും ഒന്നുതന്നെ. കഴിഞ്ഞ കൊല്ലത്തെ ഇലക്ഷനിൽ പേരുണ്ടെങ്കിൽ ഇപ്പോൾ ഇല്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. സെലിബ്രിറ്റീസ് പത്രം വായിക്കാറില്ല എന്ന് കോടതി വിമർശിച്ചു. ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി മനഃപൂർവ്വം പേര് വെട്ടിയെന്ന് വി.എം. വിനു നേരത്തെ ആരോപിച്ചിരുന്നു. നിങ്ങളുടെ കഴിവുകേടിന് മറ്റു പാർട്ടികളെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യമെന്ന് കോടതി ചോദിച്ചു. വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടോ ഇല്ലയോ എന്നുപോലും നോക്കാതെയാണോ തെരഞ്ഞെടുപ്പിന് നിൽക്കുന്നത് എന്ന് കോടതി ചോദിച്ചു. വൈഷ്ണയുടെ കേസ് വ്യത്യസ്തം എന്നും കോടതി പറഞ്ഞു. പ്രാഥമിക ലിസ്റ്റിൽ പേരുണ്ടായിരുന്നു, അവസാന നിമിഷമാണ് പേര് വെട്ടിയത്, അതുകൊണ്ടാണ് കോടതി ഇടപെട്ടത്. ഇവിടെ സ്ഥിതി വേറെയാണെന്നും കോടതി വ്യക്തമാക്കി. ശബരിമലയിൽ തീർത്ഥാടകരെ നിയന്ത്രിക്കും. സ്പോട്ട് ബുക്കിംഗ് 5000 പേർക്ക് മാത്രം. ശബരിമലയിൽ തീർത്ഥാടകരെ നിയന്ത്രിക്കുവാൻ തീരുമാനം. പമ്പയിലെത്തുന്ന സന്ദർശകർക്കുള്ള പ്രതിദിന സ്പോട്ട് ബുക്കിംഗ് 5000 കുറച്ചു. ഇടത്താവളങ്ങളെ കേന്ദ്രീകരിച്ചായിരിക്കും പ്രാഥമിക നിയന്ത്രണം ഏർപ്പെടുത്തുക. നിലയ്ക്കലിലും പരിശോധിച്ച ശേഷം മാത്രമേ വാഹനങ്ങൾ കടത്തിവിടൂ. കെഎസ്ആർടിസി ബസ്സുകളിൽ പമ്പയ്ക്ക് കയറുന്ന ഭക്തർക്ക് വെർച്വൽ ക്യൂ എടുത്തിട്ടുണ്ടോ എന്ന് കണ്ടക്ടർ പരിശോധിക്കും. ഇത് സംബന്ധിച്ച നിർദ്ദേശം പോലീസ് കെഎസ്ആർടിസി സിഎംഡിക്ക് നൽകി. മുൻകൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്ത് വെർച്വൽ ക്യൂ ഇല്ലാതെ കെഎസ്ആർടിസി ബസ്സുകളിൽ പമ്പയ്ക്ക് കയറുന്ന ഭക്തർക്ക് നിലയ്ക്കലിൽ സ്പോട്ട് ബുക്കിംഗിന് സൌകര്യമൊരുക്കും. നിലയ്ക്കലിൽ വെർച്വൽ ക്യൂ എടുത്താൽ ഇവരെ സൌജന്യമായി പമ്പയിലേക്ക് കൊണ്ടുപോകും. ഇന്നലെ സന്നിധാനത്ത് വലിയ രീതിയിലുള്ള തിരക്കുണ്ടായിരുന്നു. ഇന്നലെ രാവിലെ മുതൽ തിരക്ക് നിയന്ത്രണാതീതമായിരുന്നു. തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം ദർശന സമയവും നീട്ടിയിരുന്നു. ആവശ്യത്തിന് സൌകര്യമില്ലാതെ തീർത്ഥാടകർ വലഞ്ഞിരുന്നു. നിരവധി പേർ ദർശനം കിട്ടാതെ മടങ്ങിയ സംഭവവും ഉണ്ടായിരുന്നു. ഇന്നലെ വൈകിട്ടോടെയാണ് കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാക്കിയിരുന്നത്. എങ്കിലും തിരക്ക് കുറഞ്ഞിരുന്നില്ല. ഇന്ന് രാവിലെയോടെയാണ് നിയന്ത്രണം കടുപ്പിച്ചത്. അതോടെ കാര്യങ്ങൾ ഏറെക്കുറെ നിയന്ത്രണ വിധേയമായി. മലപ്പുറത്ത് മകളെ പീഡിപ്പിച്ച പിതാവിന് 178 വർഷം തടവ്. മലപ്പുറത്ത് 11-കാരിയായ മകളെ പീഡിപ്പിച്ച പിതാവിന് 178 വർഷം തടവും 10,78,500 രൂപ പിഴയും. മഞ്ചേരി ഫസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ പോക്സോ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 40-കാരനായ പ്രതി ഇപ്പോൾ മറ്റൊരു ബലാത്സംഗ കേസിൽ ശിക്ഷ അനുഭവിക്കുന്നയാളാണ്. 2022 ജനുവരി മുതൽ 2023 ജനുവരി വരെ പെൺകുട്ടിയെ സ്വന്തം വീട്ടിൽ വെച്ച് പലതവണ ബലാത്സംഗം ചെയ്തു എന്നാണ് കേസ്. രാത്രി വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ അടുത്ത് വന്ന് കിടന്ന് ബലാത്സംഗം ചെയ്തതായാണ് പരാതി. പീഡന വിവരം പുറത്തു പറഞ്ഞാൽ കൊന്നുകളയുമെന്നും ഇയാൾ മകളെ ഭീഷണിപ്പെടുത്തിയിരുന്നു. സഹികെട്ട അമ്മയോട് പെൺകുട്ടി പീഡന വിവരം പറഞ്ഞു. അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ അമ്മയോട് പീഡന വിവരം പറഞ്ഞ കുട്ടിയുടെ വയറ്റിൽ പിതാവ് ചവിട്ടി. പിറ്റേ ദിവസം സ്കൂളിൽ പോയപ്പോൾ രക്തസ്രാവം അനുഭവപ്പെട്ടതിനെ തുടർന്ന് അധ്യാപികയോടും കുട്ടി വിവരങ്ങൾ തുറന്നു പറഞ്ഞു. തുടർന്ന് പ്രധാന അധ്യാപകൻ മുഖേനയാണ് പോലീസിൽ പരാതി നൽകിയത്. 2023 അരീക്കോട് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇപ്പോൾ വിധി വന്നത്. പ്രതി ഇപ്പോൾ മറ്റൊരു ബലാത്സംഗ കേസിൽ 10 വർഷം ശിക്ഷ അനുഭവിക്കുകയാണ്. അയൽവാസിയായ ഭിന്നശേഷിക്കാരിയെ പീഡിപ്പിച്ച കേസിലാണ് ശിക്ഷ അനുഭവിക്കുന്നത്. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് എ സോമസുന്ദരൻ ഹാജരായി. ഉള്ളൂരിലെ വിമത സ്ഥാനാർത്ഥിയെ പുറത്താക്കി സിപിഐഎം. നടപടി ദേശാഭിമാനി തിരുവനന്തപുരം മുൻ ബ്യൂറോ ചീഫ് കെ ശ്രീകണ്ഠനെതിരെ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കെ ശ്രീകണ്ഠനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി സിപിഐഎം. ദേശാഭിമാനി തിരുവനന്തപുരം മുൻ ബ്യൂറോ ചീഫായ കെ ശ്രീകണ്ഠൻ ഉള്ളൂർ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്നു. പാർട്ടി സ്ഥാനാർത്ഥിക്കെതിരെ സ്വതന്ത്രനായി മത്സരിക്കുവാനുള്ള തീരുമാനം കെ ശ്രീകണ്ഠൻ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ സിപിഐഎം നടപടിയുടെ സൂചന നൽകിയിരുന്നു. സംഘടനാ നടപടികൾ പൂർത്തിയാക്കി ഇന്നാണ് പുറത്താക്കൽ തീരുമാനം പ്രഖ്യാപിച്ചത്. ഉറപ്പ് നൽകിയിരുന്ന സീറ്റ് നിഷേധിച്ചത് കഴക്കൂട്ടം എംഎൽഎ കടകംപള്ളി സുരേന്ദ്രനാണെന്ന് കെ ശ്രീകണ്ഠൻ ആരോപിച്ചിരുന്നു. എതിർപ്പാളയങ്ങളിലെ പ്രശ്നങ്ങൾ വൻതോതിൽ ആഘോഷിക്കുന്നതിനിടയിലാണ് നഗരസഭാ പരിധിയിൽ സിപിഐഎമ്മിന് വിമത ഭീഷണി ഉണ്ടായത്. വിമതനായി മത്സരിക്കുന്ന കെ ശ്രീകണ്ഠൻ കേവലം പാർട്ടി നേതാവ് മാത്രമല്ല, പാർട്ടി മുഖപത്രത്തിന്റെ തിരുവനന്തപുരത്തെ മുൻ ബ്യൂറോ ചീഫ് കൂടിയാണ് എന്നത് സിപിഎമ്മിന് ആഘാതമായിരുന്നു. തമിഴ്നാട്ടിലും ബീഹാർ കാറ്റ് വീശും പ്രധാനമന്ത്രി. തമിഴ്നാട്ടിലും ബീഹാർ കാറ്റ് വീശുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോയമ്പത്തൂരിലെ ദക്ഷിണേന്ത്യൻ പ്രകൃതി കൃഷി ഉച്ചകോടിയിലായിരുന്നു പ്രധാനമന്ത്രി പരാമർശം.
തമിഴ്നാട്ടിലെ പരമ്പരാഗത കാർഷിക രീതി ഏറെ പ്രിയപ്പെട്ടതാണ്. എഞ്ചിനീയറിംഗും PhDയും കഴിഞ്ഞവർ കൃഷി ചെയ്യുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഓർഗാനിക് ഫാമിംഗിന് ഏറെ പ്രാധാന്യമുണ്ട്. ഇത്തരം കൃഷികൾ സംബന്ധിച്ച് കൂടുതൽ ചർച്ചകൾ നടക്കണം. മൾട്ടിപ്പിൾ ഫാമിംഗ് രീതി കൂടുതൽ കാര്യക്ഷമമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലും തമിഴ്നാട്ടിലും മിക്സിംഗ് കൃഷിരീതി കാണുവാൻ സാധിക്കും. ചെറിയ സ്ഥലത്ത് വലിയ രീതിയിൽ കൃഷി നടത്താൻ ആകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം PM കിസാൻ പദ്ധതിയുടെ 21ാം ഗഡു പുറത്തിറക്കി. രാജ്യത്തുടനീളമുള്ള 9 കോടി കർഷകരെ സഹായിക്കുന്നതിനായി 18,000 കോടിയിലധികം രൂപ അനുവദിച്ചു. കാർഷിക കയറ്റുമതി ഇരട്ടിയായി. കാർഷിക രീതികൾ നവീകരിക്കുവാൻ സർക്കാർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കിസാൻ ക്രെഡിറ്റ് കാർഡുകൾ വഴി കർഷകർക്ക് 10 ലക്ഷം കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ ലഭിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. വയനാട്ടിൽ ഗർഭിണിയായ ആദിവാസി യുവതിയെ കാണാതായി, വനത്തിൽ തിരച്ചിൽ. വയനാട് അട്ടമലയിൽ ഗർഭിണിയായ ആദിവാസി യുവതിയെ വനത്തിൽ കാണാതായി. ഏറാട്ടുകുണ്ട് ഉന്നതിയിലെ കൃഷ്ണന്റെ ഭാര്യ ലക്ഷ്മിയെ ആണ് കാണാതായത്. കാണാതായ യുവതി 8 മാസം ഗർഭിണിയാണ്. ഏറാട്ടുകുണ്ട് മേഖലയ്ക്ക് താഴെ നിലമ്പൂർ വനമാണ്. അവിടെയാണ് പ്രധാനമായും വനം വകുപ്പും പോലീസും പട്ടികവർഗ വകുപ്പും ചേർന്ന് പരിശോധന നടത്തുന്നത്. സെപ്റ്റംബറിൽ ഇവരെ വൈത്തിരി ആശുപത്രിയിൽ പരിശോധനയ്ക്കായി എത്തിച്ചിരുന്നു. പ്രത്യേക സജ്ജീകരണം ഒരുക്കിയാണ് ചികിത്സ ലഭ്യമാക്കിയത്. ഇതിനുശേഷം ഇവർ ഉന്നതിയിലേക്ക് മടങ്ങുകയും പിന്നീട് കാണാതാവുകയുമായിരുന്നു. വനമേഖലയിലെ ഗുഹകളിലും മറ്റും ഇവർ താമസിക്കാറുണ്ട്. പണിയ വിഭാഗത്തിൽ ഉൾപ്പെട്ട ഇവർ പുറം ലോകവുമായി അധികം ബന്ധപ്പെട്ടിരുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. ശ്രേയസ് എന്ന സന്നദ്ധ സംഘടന ഇടപെട്ടാണ് യുവതിയുടെ 3 കുഞ്ഞുങ്ങളെ ഹോസ്റ്റലിലേക്ക് മാറ്റിയത്. മനപ്രയാസമില്ല, എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടല്ല മത്സരിക്കാനിറങ്ങിയത് VM വിനു. വോട്ടർ പട്ടികയിൽ പേരില്ലാത്തത് ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെ പ്രതികരണവുമായി കോഴിക്കോട് കോർപ്പറേഷൻ UDF മേയർ സ്ഥാനാർത്ഥിയായ VM വിനു. മനപ്രയാസമില്ലെന്നും താൻ ഇതൊന്നും ആഗ്രഹിച്ചയാളല്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനായി പിറകെ കുറെ കാലം നടന്ന് കിട്ടിയിട്ട് കയ്യിൽ നിന്ന് പോകുമ്പോഴേ വിഷമമുണ്ടാകൂ. 2-3 ദിവസത്തെ പ്രചാരണത്തിനിടയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ചില ജീവിതങ്ങളുണ്ട്. ഞാൻ പ്രവർത്തിച്ച വാർഡുകളിലെ ജനങ്ങളുടെ ജീവിതങ്ങളും അവരുടെ അവസ്ഥകളും വല്ലാതെ വേദനിപ്പിക്കുന്നുമുണ്ട്. മേയറായി വന്നാൽ അവർക്ക് വേണ്ടിയൊക്കെ എന്തെങ്കിലും ചെയ്യണമെന്ന് മനസ്സിൽ കരുതിയിരുന്നു. അത് നടക്കാതെ പോയതിലുള്ള വിഷമം എനിക്കുണ്ട്. മറ്റൊരു വിഷമവുമില്ല. ഇനി സിനിമ ചെയ്യണം, അതിന്റെ പണിയിലേക്ക് നീങ്ങണം, അദ്ദേഹം പറഞ്ഞു. അതേസമയം കോഴിക്കോട് കോർപ്പറേഷനിൽ വിനുവിനെ മുൻനിർത്തി തിരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന് MK രാഘവൻ MP വ്യക്തമാക്കി. VM വിനു നൽകിയ ഹർജി രൂക്ഷ വിമർശനത്തോടെയാണ് ഹൈക്കോടതി തള്ളിയത്. സെലിബ്രിറ്റി ആയതുകൊണ്ട് പ്രത്യേക പരിഗണന ഇല്ലെന്നും വോട്ടർ പട്ടിക പരിശോധിച്ചില്ലേ എന്നും കോടതി ചോദിച്ചു. സ്വന്തം കഴിവുകേടിന് മറ്റു പാർട്ടികളെ പഴിച്ചതിൽ അത്ഭുതം തോന്നിയെന്നും കോടതി പറഞ്ഞു. ഇതോടെ VM വിനുവിന് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ കഴിയില്ലെന്ന് ഉറപ്പായി. ഭരിക്കുന്ന പാർട്ടി മനഃപൂർവ്വം പേരുവെട്ടി എന്നായിരുന്നു VM വിനുവിന്റെ വാദം. VM വിനുവിന് പകരം സ്ഥാനാർത്ഥിയെ കണ്ടെത്തുവാൻ തിരക്കിട്ട ചർച്ചയിലാണ് കോൺഗ്രസ് നേതൃത്വം. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.